ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് വീട്ടിലേക്കുള്ളതല്ല, കടയിലോട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പോയേക്കുന്നത് ബിസിനസ് കോസ്കോയിലോട്ടാണ് പോയേട്ടോ. അപ്പോൾ ഈ കാണുന്ന മെഷീനിൽ നമ്മൾ കാർഡ് ടാപ്പിൻ ചെയ്യണം. ഇവിടെ നമ്മൾ ബിസിനസ് കോസ്കോയിലൊക്കെ പോകണമെങ്കിൽ അവിടുത്തെ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. പല വെറൈറ്റി ഉണ്ട്, ഗോൾഡൻ, എക്സിക്യൂട്ടീവ്, പിന്നെ പ്ലാറ്റിനം മെമ്പർഷിപ്പ്, അങ്ങനെ പല മെമ്പർഷിപ്പ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കടയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ പോയത് നമ്മുടെ സെൻറ്റ് കാതറൻസിൽ തന്നെയുള്ള ബിസിനസ് കോസ്കോയിലാണ്. അപ്പോൾ അവിടെ കൂടുതലും നമുക്ക് കടകളിലേക്കുള്ള സാധനങ്ങളായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന മെഷീൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതെല്ലാം കടകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കൊമേഴ്സ്യലായിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ അവിടെ ഇരിക്കുന്നത്. നമുക്ക് വീട്ടിലോട്ടും മേടിക്കാൻ പറ്റും, പക്ഷേ ഇതൊന്നും നമുക്ക് എന്തായാലും വീട്ടിലോട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. മെഷീൻ മറ്റേ ഇൻസ്റ്റാപോട്ട് ഉപയോഗിക്കാം, പക്ഷേ ഈ ഫ്രിഡ്ജൊക്കെ ആണെങ്കിലും നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് അല്ല. അത് വീടുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് വേറെയുണ്ട്. ഇതെല്ലാം നമ്മൾ കടകളിൽ കാണാമല്ലോ, നമുക്ക് ഡ്രിങ്ക്സൊക്കെ വെച്ചേക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഫ്രിഡ്ജിലൊക്കെയാണ്. അപ്പോൾ കൂടുതലും കടകളിലുള്ള ആൾക്കാർക്ക് മേടിക്കാനുള്ള സാധനങ്ങളാണ് ഈ കോസ്കോയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ എല്ലാ സെക്ഷനും എടുത്തിട്ടില്ല, ആൾക്കാർ കുറവുള്ള സെക്ഷൻ നോക്കി ഞാൻ എടുത്തേക്കുന്നത്. കാരണം നമ്മൾ ആൾക്കാരുടെ മുഖമൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആൾക്കാർ കുറവുള്ള സെക്ഷൻ നോക്കിയെടുത്തത്. ഇതും വേറൊരു ടൈപ്പ് കടകൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണ്. നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് അങ്ങനത്തെ ടൈപ്പ് ഫ്രിഡ്ജാണ്. പിന്നെ ഇത് ടേബിള്. അപ്പോൾ ആ ഡിസ്പ്ലേ വെച്ചുന്ന സാധനങ്ങളാണ് ഈ ബോക്സുകളിലാക്കി അവർ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാത്തിൻ്റെയും പല സൈസും ഹൈറ്റും എല്ലാം വ്യത്യാസമുള്ളത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റാക്കുകൾ. ഇത് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഇരുമ്പിൻ്റെ ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് വീടുകളിലും നമുക്ക് ഉപയോഗിക്കാം. ആ ഇരുമ്പിൻ്റെ റാക്കും സ്റ്റീലിൻ്റെ അല്ല, ഇരുമ്പിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും നമുക്ക് സാധനങ്ങളൊക്കെ അടക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗരാജിൽ നമ്മളത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ പല ഷേപ്പിലും പല സൈസിലുള്ള പാത്രങ്ങളും മിക്സിംഗ് ബൗൾസും പിന്നെ ചീനച്ചട്ടി പോലത്തെയും പിന്നെ അരിപ്പ പാത്രങ്ങൾ അങ്ങനത്തെയൊക്കെയാണ്. ഇങ്ങനത്തെ പാത്രങ്ങൾ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ തന്നെ പല വ്യത്യാസമുള്ളത്. പിന്നെ ഈ ഫ്രൈയിങ് പാനും അതിൻ്റെ ഒരു സെറ്റ്, അത് കാണാനൊക്കെ ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വില ഇച്ചിരി കൂടുതലായിരുന്നു. $250 ആ ഒരു സെറ്റിൻ്റെ വില. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയില്ല. പിന്നെ അതാ ഈ കാണുന്ന ചട്ടികൾ, ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് കടകളിൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ കണ്ടിട്ടുള്ളത് നമ്മൾ വീടുകളിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ സോസ് പാനുകളൊക്കെ ആണെങ്കിലും പല ഷേപ്പും പല സൈസുള്ള എല്ലാ പാത്രങ്ങളും. പിന്നെ താഴെ കുറേ ഫ്രൈയിങ് പാനുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഭാഗത്തിരിക്കുന്നത് ചാർജറും അങ്ങനത്തെ കാര്യങ്ങൾ, ഓഫറുള്ള സാധനങ്ങൾ അവരിങ്ങനെ കുറച്ച് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ഇത് നമ്മുടെ മിഠായിയുടെ സെക്ഷൻ. മിഠായികൾ നമ്മളെപ്പോഴും നാട്ടിലോട്ട് വരണ സമയത്ത് വാങ്ങിക്കുന്നത് കോസ്കോന്നാണ്. അപ്പോൾ മിഠായി ഉണ്ട്, നട്ട്സ് ഉണ്ട്, ചിപ്സ് ഐറ്റംസ് ഉണ്ട്, പിന്നെ നമ്മുടെ പോപ്കോൺസൊക്കെ ഈ വലിയ വലിയ പാക്കറ്റുകളിൽ പോപ്കോൺസ് പല ടേസ്റ്റിലുള്ളത്, നമ്മുടെ ബട്ടർ ടേസ്റ്റും എക്സ്ട്രാ ബട്ടറുള്ളതും അങ്ങനെയൊക്കെ വെറൈറ്റി ടേസ്റ്റിലുള്ള പോപ്കോൺസ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നമ്മുടെ ചിപ്സ് ഐറ്റംസ്, വലിയ വലിയ ചിപ്സിൻ്റെ ബാഗും അതിൻ്റെ ടിപ്പിങ്സും കൂടി അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ പല വെറൈറ്റീസുള്ള കുക്കീസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ പാക്കറ്റുകൾ കുറച്ചുണ്ടാവും. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് ഓപ്പണായി ഇരിക്കത്തില്ല. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പാക്കറ്റുകളായിരിക്കും. പിന്നെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ ഓറിയോൻ്റെ ബിസ്ക്കറ്റും അതാണെങ്കിലും പല വെറൈറ്റി ഉണ്ട്. ഡബിൾ ക്രീംഡ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ പിങ്ക് ക്രീം അകത്തുള്ളതുണ്ട്. അങ്ങനെ വ്യത്യാസമുള്ള ടൈപ്പ് ഓറിയോസും. അതിൻ്റെ അകത്തും ആ ഒരു ബോക്സ് തുറന്നാൽ 3-4 ബോക്സായിട്ടായിരിക്കും, ചെറിയ പാക്കറ്റുകളായിരിക്കും കേട്ടോ അതിനകത്ത് ഇരിക്കുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡ് കടയിലേക്കുള്ള ഡ്രിങ്ക്സ് എടുക്കുന്നതാണ് കാണുന്നത്. ഇത് ഫുള്ള് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്. നമ്മുടെ ലെമൺ ടീയും പിന്നെ കോക്കും, ഡയറ്റ് കോക്ക്, നമ്മുടെ നോർമൽ കോക്ക്, പിന്നെ പെപ്സിയും ക്രഷ് ഓറഞ്ച്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡ്രിങ്ക്സുകൾ ഇരിക്കുന്ന സ്ഥലമാണ് ഇനി അങ്ങോട്ട് കാണുന്നതൊക്കെ. ഇതാണ് നമ്മുടെ റെഡ് ബുള്ള് ഇരിക്കുന്ന സ്ഥലമാണത്. റെഡ് ബുള്ളിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ പല കളറുകൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എനിക്ക് തോന്നുന്നു 4-5 വെറൈറ്റീസ് ആ ഒരു സെക്ഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചെരിഞ്ഞു പോയി. ഇത് ബീറാണത്, ആ സൈഡിലിരിക്കുന്ന മൊത്തം. ആ വീഡിയോ ക്യാമറ പിടിച്ചപ്പോൾ കുറച്ച് മാറിപ്പോയി, കാരണം സ്ക്രീൻ ചെറുതായിപ്പോയി. അത് മൊത്തം ബീറാണ് ഇരിക്കുന്നത്. പിന്നെ കാണുന്ന ഇത് നമ്മുടെ
നമ്മുടെ നാട്ടിലിങ്ങനെ കുപ്പിയിൽ കോക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, ആ ടൈപ്പാണ് ആയിരിക്കുന്നത് മൊത്തം. പിന്നെ വൈൻ, ഇത് നമ്മുടെ ഐസ് വൈനും പിന്നെ എന്തോ വെറൈറ്റി വൈൻസൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. വൈനുകളുടെ സെക്ഷൻ ഇത് അങ്ങേയറ്റം വരെ നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ നിൽക്കണ തന്നെ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയില്ല. പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കുപ്പികളാണ്, ഇങ്ങനത്തെ കുപ്പികളും പിന്നെ നമുക്ക് 24-നുള്ള ബോട്ടിൽസും അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ സവോള ചാക്ക്, തക്കാളിയെല്ലാം ഇങ്ങനെ വലിയ വലിയ ബോക്സായിട്ട് കിട്ടുന്നത്. സവോളയുടെ ചെറിയ സവോള അപ്പോൾ ഇരിപ്പുണ്ട്, നമുക്ക് വീടുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ്. പിന്നെ ഇത് ഫുള്ള് ബ്രെഡിൻ്റെ സെക്ഷനാണ്. ബ്രെഡും നമ്മുടെ പല തരത്തിലുള്ള ബ്രെഡുകൾ. പിന്നെ ഞാൻ അവരുടെ വാക്കിംഗ് കൂളറിൽ കയറി, അതിനകത്ത് കയറിയപ്പോൾ നമ്മുടെ ചീസുകൾ, പല തരത്തിലുള്ള ചീസുകൾ അതിൻ്റെ ക്യൂബ്സായിട്ടുണ്ട്, അല്ലാതെ അവർ ഗ്രേറ്റ് ചെയ്ത് വെച്ച് പാക്കറ്റ് വെച്ചേക്കുന്ന ടൈപ്പ് ചീസുകളുണ്ട്. പിന്നെ ഇത് പൊടിയാണ്, അതെങ്ങനെ ആക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് പൊടികളാണ് ആ പാക്കെല്ലാക്കി വെച്ചേക്കുന്നത്. പിന്നെ മുട്ടയുടെ തന്നെ പിന്നെ വലിയൊരു സെക്ഷൻ, ആ വലിയ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് നിറച്ച് മുട്ടയാട്ടോ. അതിനകത്ത് എത്ര എണ്ണമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കാർഡ്ബോർഡ് ബോക്സിലും. പിന്നെ ഇതിൽ ഓർഗാനിക് എഗ്ഗും പിന്നെ നമ്മുടെ വൈറ്റ് എഗ്ഗും ഉണ്ട്, അങ്ങനത്തെ. പിന്നെ ഗ്രേപ്സ്, ഇതെല്ലാം വാക്കിംഗ് കൂളറിനകത്തിരിക്കുന്നത് കുറേ ഫ്രൂട്ട്സും പച്ചക്കറികളും, പിന്നെ നമ്മുടെ സാലഡിനുള്ള മിക്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ വാക്കിംഗ് കൂളറിൻ്റെ അകത്ത് കയറ്റി വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് വെളുത്തുള്ളി, തൊലി കളഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ് അത്. പിന്നെ ഇതൊരു ടൈപ്പ് ലെറ്റസാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ചെറിയുടെ സീസൺ ആയിട്ടില്ല, പക്ഷെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് സോസേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പെപ്പറോണിയുടെ സാധനങ്ങളോട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള സോസേജുകൾ. ഇത് മീറ്റിൻ്റെ സെക്ഷനിൽ ഇത് പോർക്കാണ്. പിന്നെ നമ്മുടെ ബീഫ്, ഇത് ബീഫിൻ്റെ സെക്ഷനാണ്. പിന്നെ പാലും തൈര് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്താണ് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇത് സ്വീറ്റ് ഐറ്റംസാണ്. ഈ ഒരു ഇത് തിന്നാനായിട്ട് ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്, ഈ ടീ കേക്ക്. പക്ഷേ ഞാൻ മധുരം ഒഴിവാക്കാൻ അത് വാങ്ങിച്ചില്ല. പിന്നെ ഇത് നമ്മുടെ ബ്രൗണീസാണ്. പിന്നെ ഇത് മഫിൻ്റെ സെക്ഷനാണ്. ഞാൻ ഈ ഓറിയോ മഫിൻ ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടത് അവിടെ. ഓറിയോ മഫിനും പിന്നെ നമ്മുടെ അല്ലാതെ ചോക്ലേറ്റ് മഫിനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാ അയലും കയറിയിട്ടില്ല. പിന്നെയും കുറേ സെക്ഷൻസൊക്കെ ഉണ്ട്, ഞാൻ കുറേശ്ശൊക്കെ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇത് ഹസ്ബൻഡ് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പറക്കി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ ഫ്രിഡ്ജിലിരിക്കുന്ന നമ്മുടെ ചിക്കൻ വിങ്സാണ്. ചിക്കൻ വിങ്സിൻ്റെ കുറച്ച് മസാല പുരട്ടിയ, പലതരത്തിലുള്ള മസാല പുരട്ടിയത് ഇരിപ്പുണ്ട്. അതല്ലാതെ നമ്മുടെ റോ മീറ്റും അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് മീനിൻ്റെ സെക്ഷനാണ്. ചെമ്മീനുണ്ട്. പിന്നെ നമ്മുടെ സാമൺ, അങ്ങനെ മീനിൻ്റെ സെക്ഷനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഐസ്ക്രീം, നമ്മുടെ വാനില ഐസ്ക്രീമാണ്. ഞാൻ ഇവിടെ ഐസ്ക്രീമിൽ എത്ര വെറൈറ്റി കഴിച്ചിട്ടും നമ്മുടെ നാട്ടിലെ വാനില ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടിയത് അത് കഴിച്ചപ്പോഴാണ്. പിന്നെ ഇത് ചോക്കോബാർ പോലത്തെ കിറ്റ്കാറ്റിൻ്റെ ബാറും. പിന്നെ ഇത് കോക്കനട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പലതരത്തിലുള്ള, ഇത് ഐസ്ക്രീം സാൻഡ്വിച്ച്, അങ്ങനെ പലതരത്തിലുള്ള ഐസ്ക്രീംസാണ് ആ സെക്ഷനിൽ. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ നെയ്യാണത്. അപ്പോൾ ഈ ഡെസിഗിന്ന് ചെയ്തേക്കണ നെയ്യാണ് മിക്കവരും തന്നെ വാങ്ങിക്കാറെന്നാണ് എനിക്ക് തോന്നുന്നത്. $25 പിന്നെ അങ്ങനെ നമ്മുടെ എന്തായാലും പറഞ്ഞാൽ കുക്കിയൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അവിടെ വെച്ചേക്കുന്നത്. ഇത് ഓയിലിൻ്റെ സെക്ഷനാണ്. പലതരത്തിലുള്ള ഓയിലുകളും മൊത്തമുണ്ട്. പിന്നെ ഇത് ക്രൊസൻസാണ്. അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡവാണ് അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ മൊത്തം മസാലപ്പൊടികൾ, നമ്മുടെ പെപ്പർ പൗഡറും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനത്തെ ഫുള്ള്. പക്ഷെ എല്ലാം വലിയ വലിയ കുപ്പികളാണ്. പിന്നെ ഇത് മൊത്തം സോസിൻ്റെ ഏരിയയാണ്. നമ്മുടെ മയോണൈസും കെച്ചപ്പും പിന്നെ എന്തൊക്കെ സോസാണ്, റാഞ്ച്, അങ്ങനത്തെ എല്ലാ സോസുകളുടെ ഏരിയ ആണ് ആ കാണുന്നത്. പിന്നെയുണ്ട് നമുക്ക് സെക്ഷൻസ് ഉള്ളത്, ക്ലീനിങ്ങിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മൾ കടയിലേക്ക് എടുത്തേക്കുന്നതാണ് ആ കാണുന്ന ഡ്രിങ്ക്സൊക്കെ. പിന്നെ ഇത് നമ്മുടെ പരിപ്പ്, പയർ, കടല, ഇത് നമ്മുടെ നാട്ടിലെ സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ നാട്ടിലെ അരികൾ കൂടുതലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതുണ്ടല്ലോ, നമ്മുടെ ബസുമതി റൈസിൻ്റെ ആ ബിരിയാണി റൈസുകളുടെ പല വെറൈറ്റീസാണ് കാണുന്നത്. അത് ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല, കാരണം കോസ്കോ പോകുമ്പോഴല്ല, ഫ്രഷ് കോ പോകുമ്പോൾ മേടിക്കുന്ന കാരണം കൊണ്ട് ഇവിടെ നിന്ന് മേടിക്കാറില്ല. ഇത് ചായപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെയും സെക്ഷൻസാണ് ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ. അത് പല വെറൈറ്റീസുള്ള കാപ്പിപ്പൊടിയും ചായപ്പൊടിയും. പിന്നെ ഇവിടെ നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ ചിപ്സും വേറെ കുറച്ച് ചിപ്സും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹാൻഡ് വാഷിങ്, ഷാമ്പു, കണ്ടീഷണർ, പിന്നെന്താ
ബോഡി വാഷ്, പിന്നെ കുളിക്കണ സോപ്പുകൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് ഡവിൻ്റെ സോപ്പൊക്കെ മേടിച്ചിട്ട് പോകാറുണ്ട്. അതിങ്ങനെ ഒരു 16 ഒരു പാക്കറ്റ് കിട്ടും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതേ ഫേസ് ക്രീമുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ഒരു സെക്ഷൻ വരുന്ന നമ്മുടെ വൈറ്റമിൻ ടാബ്ലറ്റ്സും ഉണ്ട്. അത് ടാബ്ലറ്റ് ഫോമിലുണ്ട്, പിന്നെ ഗമ്മീസിൻ്റെ ഫോംസിലുണ്ട്. എല്ലാ തരം വൈറ്റമിൻസും ഈ ഒരു സെക്ഷൻ്റെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ ഇരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മേളിൽ ടാബ്ലറ്റ് ഫോമാണ് ഇരിക്കുന്നത്. പിന്നെ താഴെ കാണുന്നത് ഗമ്മീസാണ്. പിന്നെ നമ്മുടെ പ്രോട്ടീൻ ഷേക്കുകൾ അതിൻ്റെ പല ഫ്ലേവർ, മറ്റേ ചോക്ലേറ്റ്, വാനില, അങ്ങനെ പല ഫ്ലേവറുകൾ. ഇത് വീണ്ടും ഞാൻ മിഠായിയുടെ സെക്ഷൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സുകളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ ചെറിയ കടകളിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ വലിയ പാക്കറ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് അവരത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞൊക്കെ നമ്മൾ ഇറങ്ങി പുറം കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല വെയിലാണ്. പക്ഷേ ഇന്നലത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -22 ആയിരുന്നു. ഭയങ്കര ഫ്രീസിങ് ആയിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പത്താണ് നമ്മൾ പോയിരുന്നത്. അതേ ഇപ്പോൾ ശ്വാസം വിടുമ്പോൾ കാണാം വായന്ന് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വണ്ടിയിലോട്ട് പാക്ക് ചെയ്യണം. വണ്ടി കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. റോഡിൽ മൊത്തം അവർ ഉപ്പിട്ടിട്ടുണ്ടാവും ഐസ് അലിഞ്ഞു പോകാൻ വേണ്ടി. അതിങ്ങനെ തെറിക്കുമ്പോൾ വണ്ടിയുടെ കളറ് ആവുന്നതാണ് അങ്ങനെ. അപ്പോൾ വണ്ടിയിലേക്ക് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങൾ പോവാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.